കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു പണിയാണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെടിയായിരുന്നു ഇത്. ഇത് 2 പോട്ടിലേക്കാക്കി മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വെച്ചേക്കുകയാണ്. വെച്ച സ്ഥലത്ത് നിന്ന് അനക്കിയിട്ട് പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിന്ന് മാറ്റി നടാനായിട്ട് പോവാണ്. മാറ്റി നടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തണ്ട് മൊത്തം മഞ്ഞ കളറായിട്ടുണ്ട്. ഒരു തണ്ട് മാത്രമല്ല ആ ഒരു ചെടി മൊത്തം ഇങ്ങനെ മഞ്ഞ കളർ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ തൈക്ക് ആകെ 3 തണ്ടാണുള്ളത്. ആ 3 തണ്ടിലും മഞ്ഞ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു തൈ മാത്രമാക്കിയിട്ട് മാറ്റി നടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ആദ്യത്തിൽ ഞാൻ വിചാരിച്ചത് ഇതിനെ പകുതി പകുതിയാക്കി വെക്കാമെന്നൊക്കെയാണ്. ഇപ്പം എന്തായാലും ആ തീരുമാനം മാറ്റിയിട്ട് ഈ മഞ്ഞ കളറുള്ള ഈ തൈ മാത്രം മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ ഈ പോട്ടിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇതിൽ മൊത്തം വേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മണ്ണ് ഇതിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഈ ചെടി ഇതൊന്ന് പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് മൊത്തം വേരായതുകൊണ്ട്. എന്തായാലും വേണ്ടില്ല, മാക്സിമം ക്ഷമയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനിതിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കിയെടുത്തു. വളരെ പതുക്കെ ഒന്നും അല്ല കേട്ടോ, കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ പറിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പോട്ടിലേക്കാണ് കേട്ടോ ഞാൻ നടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചിരുന്ന ഈ സെറാമിക് പോട്ടിൽ തന്നെ ഈ വലിയ ചെടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഗാർഡൻ സോയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെടി ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഈ പിങ്ക് കളറുള്ള ചട്ടി ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ് കേട്ടോ. സെറാമിക് പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്രയും നാൾ ഇതിങ്ങനെ കാത്തിരുന്നത്. അപ്പോൾ പോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഇനി പ്ലാസ്റ്റിക് ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇനി വേറെ ചട്ടി വാങ്ങിക്കുകയാണെങ്കിൽ മാറ്റി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു തൈരിൻ്റെ പാത്രത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ചെടി. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ചട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പാത്രം അങ്ങ് എടുത്ത് വെച്ചാൽ മതിയല്ലോ, എളുപ്പത്തിൽ ചട്ടി മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ തൽക്കാലത്തിന് ഈ പോട്ടിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി മാറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പണി ക്ലീനിങ് ആണ്. ചെടി തണ്ടലൊക്കെ കഴിഞ്ഞാൽ എന്തായാലും അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാതെ അവിടെ ഇട്ടിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നതിൽ നല്ലതല്ല അപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെടികൾ അകത്തോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു ചെടി ഞാൻ ആദ്യം വെച്ച് അതേ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കാണുന്ന കാരണം ഞാൻ കുറച്ച് പെബിൾസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്തു കേട്ടോ. നിറയെ വെച്ച് കൊടുത്തില്ല, ഇതെന്താവും ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട്. ആദ്യത്തെ ചെടി നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വെച്ചെങ്കിലും രണ്ടാമത്തെ ചെടി ഞാനിവിടെ കിച്ചണിലാട്ടോ വെച്ചിട്ടുള്ളത്. ഈ സ്ഥലമാണ് കേട്ടോ എൻ്റെ നിരീക്ഷണ സ്ഥലം. അതായത് ചെടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ടാട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ചെറുതായിട്ട് സൺലൈറ്റും കിട്ടും ഇവിടെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്